എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്നലെ വൈകിട്ടൊന്ന് പുറത്ത് പോയായിരുന്നു. അപ്പം നമ്മളുടെ വണ്ടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊന്ന് വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോയും പിന്നെ ഇന്നത്തെ നമ്മളുടെ ചെറിയ ചെറിയ ജോലികളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതേണ്ടേ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം നമ്മളൊന്ന് വെളിയിലിറങ്ങിയതാണ്. വൈകിട്ടൊരു 6:30-7 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പം നമുക്ക് വണ്ടിയില്ലായിരുന്നു. ഒരു 3-3.5 ആഴ്ചയോളമായി വണ്ടി നമ്മളുടെ പഴയ വണ്ടിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റിയിരിക്കുമായിരുന്നു. അപ്പോഴത്തേനത് നോക്കിയിട്ട് കുറേ പൈസ ആകുമായിരുന്നു. അതിനത്രയ്ക്കും പണിയുണ്ടായിരുന്നു. അപ്പോഴത്തേന് നമ്മൾ വേറൊരു വണ്ടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ പഴയ വണ്ടി കൊടുത്തിട്ട് പുതിയതല്ല സെക്കൻഡ് തന്നെ ഒരു വണ്ടിയാണ് വാങ്ങിയത്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാൻ കുറേ സമയം എടുത്തു. അപ്പം ഇന്നലെയാണ് അതിൻ്റെ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് നമുക്ക് വണ്ടി കിട്ടിയത്. അപ്പോൾ നമുക്കൊന്ന് വെറുതെ കുറേ നാളായി വെളിയിൽ ചൂട് കാരണം ഒട്ട് ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയാണ്. അപ്പം നമ്മൾ ഉമ്മൽക്കോയിൻ ബീച്ചിലാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ചൂടാണെങ്കിലും കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. ചൂട് കാരണം ആ വെള്ളത്തിൽ കുറേ ആൾക്കാരൊക്കെ ഇറങ്ങി കിടക്കുന്നുണ്ട്. പക്ഷേ നല്ല ചൂട് കാറ്റും ഉണ്ടെന്ന് ഒരു സൈഡിൽ നിന്നൊരു ചൂട് കാറ്റും ഒരു സൈഡിൽ നിന്ന് കുറച്ചൊരു തണുപ്പ് കാറ്റ് പോലെയാണ് ഫീൽ ചെയ്തത്. അപ്പം ഞങ്ങളൊത്ത് അവിടെ വെളിയിൽ ഇറങ്ങണ്ട, ആരും കാണത്തില്ല, ചൂടല്ലേ, നല്ല ചൂടായതുകൊണ്ട് ആരും കാണത്തില്ലെന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷേ കുറച്ച് ആൾക്കാരൊക്കെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ചൂട് സമയത്ത് പ്രത്യേകിച്ച് എങ്ങും പോകാനായിട്ട് നമുക്ക് പറ്റത്തില്ല. നല്ല ചൂടല്ലേ, എവിടെ പോയാലും ബീച്ചിലോ പാർക്കിലോ എവിടെ പോയാലും നല്ല ചൂടാണ്. അന്നേരം ആ ബീച്ചിൽ ഒരു തെങ്ങ് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണേ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് ആ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. അതിന് ശേഷം തന്നെ കോസ്റ്റ് ഗാർഡൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ കുറേ ദൂരത്തോട്ട് ആൾക്കാർ ഇറങ്ങി കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ, അങ്ങ് ഇരുട്ടായതുകൊണ്ടേ. അപ്പോൾ ചേട്ടൻ പറയുമായിരുന്നു കോസ്റ്റ് ഗാർഡൊക്കെ ഉണ്ടെങ്കിൽ അവരെ കയറ്റി വിടും, കാരണം പ്രശ്നങ്ങളല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ വൈകിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോന്നു. അതിന് ശേഷം തന്നെ രാവിലത്തെ നമ്മളുടെ പതിവ് ജോലികളിലേക്ക് കിടന്നിട്ടുണ്ട്. കഞ്ഞി തിളപ്പിച്ച് ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഞാൻ വൈകിട്ട് പോയപ്പോഴേ കഞ്ഞിയൊക്കെ തിളപ്പിച്ചിട്ടിട്ടാണ് പോയത്. അത് വന്നിട്ട് വാർത്തിട്ടു. അതിന് ശേഷം ഒന്ന് ഇപ്പോൾ തിളപ്പിച്ച് വാർക്കാനായിട്ട് വെച്ചു. അതിന് ശേഷം കറി വെക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ കുറേ സമയം ആലോചിച്ച്. ഒന്നാമത് രാഹുൽ മിക്ക കറികളും കൂട്ടത്തില്ല, പിന്നെ എല്ലാവരും കൂടെ കൂട്ടുന്ന കറി വേണേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് എനിക്കും ചേട്ടനാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം, പക്ഷേ അവൻ കൂട്ടുവല്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഇങ്ങനെ കുറേ നേരം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വെള്ളരിക്ക യുടെ കഷ്ണം ഇരിപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ അതൊന്ന് ചാറ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേന് ഞാൻ കഴിഞ്ഞ ദിവസം മാളിൽ പോയപ്പോഴത്തേനും ഒരു മാങ്ങ മേടിച്ചിട്ടുണ്ട്. മാങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ് ഇവിടെ. നാടൻ മാങ്ങയൊന്നും അല്ല കിട്ടിയതും. ഒരു നല്ലൊരു സ്മെല്ലുള്ള മാങ്ങയാണ്, പക്ഷേ പുളിയുണ്ടായിരുന്നു കേട്ടോ. ഞാനതൊന്ന് തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ വില നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 70-80 രൂപയോളം അടുത്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. നാട്ടിലൊക്കെ മാവ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉള്ളവർക്ക് മാങ്ങയുടെ സീസൺ ആകുമ്പോഴത്തേന് എന്തോരം മാങ്ങ കിട്ടുന്നത്, പിന്നെ വേണ്ട അങ്ങനത്തെ അവസ്ഥയല്ലേ. പക്ഷേ ഇവിടെ ജില്ലയിലൊക്കെ താമസിക്കുന്നവർക്കാണ് മാങ്ങയുടെയും ചക്കയുടെയൊക്കെ വില കൂടുതലായിട്ട് മനസ്സിലാകുന്നത്. അപ്പം ഞാൻ അതിൻ്റെ പകുതിയേ എടുക്കുന്നുള്ളൂ. പകുതി പിന്നെ ഒരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വെള്ളരിക്കായ്ക്ക് ഒത്തിരി പുളി വേണ്ടല്ലോ, കുറച്ച് മതിയല്ലോ. വെള്ളരിക്കായും മാങ്ങായും കറി വെച്ചാൽ ഇവിടെ രാഹുലിനും ചേട്ടനും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ ഒരു മുരിങ്ങക്കായും കൂടി ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു, പക്ഷേ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനിത് രണ്ടും കൂടി ഇട്ട് ഒരു തേങ്ങ അരച്ചൊരു ചാറ് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അത് അരിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ആദ്യം ഒരു പാത്രത്തിലാണ് വെച്ചിരുന്നത്. പച്ചമുളകും കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പുപൊടിയും കൂടെ ഇടുന്നുണ്ട്. ആദ്യം ഒരു പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ നമുക്ക് കുക്കറിനകത്ത് വെക്കാമെന്ന് ഓർത്ത് ഞാൻ കുക്കറിലേക്ക് മാറ്റി കൊടുത്തേ. കാരണം നമുക്ക് പെട്ടെന്ന് അതൊന്ന് റെഡിയായി കിട്ടണ്ടേ. രാവിലെ ഇവർക്ക് 6:30 ആകുമ്പം പോവുകയും വേണം. ആ സമയത്തേക്കിന് കറികളെല്ലാം റെഡിയാണ്. ചായക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല. ബ്രെഡൊക്കെ ഇരിപ്പുള്ളതുകൊണ്ട്, റസ്കും ഒക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അത് മതി. അവന്
പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ചേട്ടൻ കഞ്ഞി കുടിക്കുന്നതുകൊണ്ട് ചേട്ടനും താല്പര്യമില്ല. പിന്നെ ഇടയ്ക്ക് മാത്രം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുള്ളൂ. ഞാനും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കും. എന്നിട്ട് നേരത്തെ ഉച്ചയ്ക്ക് ചോറുണ്ണും, അതാണ് പതിവ്. പിന്നെ നമ്മുടെ മാങ്ങായും കൂടെ ഞാനൊന്ന് അരിഞ്ഞിടുന്നുണ്ട്. മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ട്രൈപോഡ് ഒടിഞ്ഞു പോയിരിക്കുന്ന കാരണം വീഡിയോ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്താണ് കൊണ്ട് നടക്കുന്നത്. ഇനി അതൊന്ന് ശരിയായി കിട്ടുന്നിടം വരെ നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കിട്ടുന്നിടം വരെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മളുള്ളത് കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. പിന്നെ അത് ഓർഡർ ചെയ്തപ്പോൾ തന്നെ ചേട്ടന് വഴക്ക് പറഞ്ഞു, ഇനി കുറഞ്ഞത് മേടിച്ചാൽ മതി, നിനക്കിങ്ങനെ കളയാനാണെങ്കിൽ ഇനി വാങ്ങിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ഒച്ച വെച്ചു. പിന്നെ ഞാനൊന്നും മിണ്ടാതെന്ന് കേട്ട്. അതിന് ശേഷം നമ്മളെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് ഉടച്ചു കൊടുത്തിട്ട് നമ്മൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ കറി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. തിളയ്ക്കേണ്ട കേട്ടോ, നന്നായിട്ട് തവിയിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കി ചില സമയത്ത് ഞാൻ കറി വെച്ചിട്ട് ഇതിലേക്ക് പോയിട്ട് വരുമ്പോൾ തിളച്ച് പോകുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞ് കിടക്കും. ഇന്ന് ഞാൻ അതുകൊണ്ട് അടുത്ത് നിന്ന് ഞാനിങ്ങനെ ഇളക്കി കൊടുത്തുനിന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം കുഴപ്പമൊന്നുമില്ല, കിട്ടി. ചില ദിവസത്തിന് എന്തെങ്കിലുമൊക്കെ അവർ വിളിക്കുമ്പോൾ അകത്തോട്ട് കയറുമ്പോൾ ആ സമയത്ത് തിളച്ച് പോകും. പിന്നെ ഞാൻ കടുക് വറുത്ത് ഉണക്കമുളകും കറിവേപ്പിലയും കടുകും കൂടി ഇട്ട് കടുക് വറുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് എണ്ണ ഒഴിച്ച് പൊട്ടി വന്നപ്പോഴത്തേനും അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും സവോളയും കൂടെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് മെഴുക്കുവരട്ടി വെക്കുമ്പോഴത്തേന്. അതും കൂടെ ഞാനൊന്ന് ഒരു 3 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. മെഴുക്കുവരട്ടിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് എരിവ് മുന്നോട്ട് നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമുക്കിവിടെ ഇച്ചിരി എരിവ് മുന്നോട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അത്ര ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് തുറന്ന് നോക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ വേണം ആവി കയറ്റിയെടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ചതച്ച കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ചതച്ച കുരുമുളക് ചേർത്തിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമ്മളിത് തുറന്നിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആവിക്കിരുന്ന് വല്ലാതെ ഇത് ഉടഞ്ഞു പോകും. അങ്ങനെ ആവരുത്, ഇത് വേറെ കിടക്കണം. അതാണ് ഈ മെഴുക്കുവരട്ടി കൂട്ടാനായിട്ട് ടേസ്റ്റ്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി മെഴുക്കുവരട്ടിയാണ്. ഇതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കറി രണ്ടും ഉണ്ടാക്കി, ഇത് രണ്ടും കോമ്പിനേഷനാണ്. അപ്പം അതിൻ്റെ കൂടെ പിന്നെ ഞാൻ പൊതിക്കൊരു 2-3 മുട്ട എടുത്ത് പെട്ടെന്ന് പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതും കൂടെ കൂട്ടി അവർക്ക് കൊടുത്തു വിടാമെന്ന് വിചാരിച്ച്. പിന്നെ അതിന് ശേഷം അവർ കഴിച്ചതിന് ശേഷം പോയി. ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ എനിക്ക് കഴുകാൻ കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 അയല ചെറുതുണ്ടായിരുന്നു, അത് ഞാനെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് വറക്കോ കറിയൊക്കെ എന്തെങ്കിലും ചെയ്യാം, അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇതുപോലുള്ള ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.